അമേരിക്കയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു പുസ്തകം. മാർക്ക് സക്കർബർഗിനും മെറ്റയ്ക്കുമെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് കോളിളക്കത്തിന്റെ കാരണം. പുസ്തകത്തിന്റെ പേര് കെയർലെസ് പീപ്പിൾ. ഫേസ്ബുക്കിൽ പബ്ലിക് പോളിസി ഡയറക്ടറായിരുന്ന സാറാ വിൻ വില്യംസിൻ്റെതാണ് ബുക്ക്. പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റിപ്പബ്ലിക്കന്മാർക്കും മാത്രമല്ല ഡെമോക്രാറ്റുകൾക്കും അത്ര ദഹിക്കാനിടയില്ലാത്ത കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത്. സക്കർബർഗിന് ചൈനീസ് ബന്ധമുണ്ടെന്ന്, അവിടുത്തെ മാർക്കറ്റ് പിടിക്കാൻ ചൈനീസ് ഭരണകൂടമായും ഭരണകക്ഷിയായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും ഒത്തുകളിച്ചെന്ന്, അമേരിക്കക്കാരുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തി നൽകുകയും US ദേശീയ സുരക്ഷാ നിയമങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തെന്ന്. അങ്ങനെ പോകുന്നു മെറ്റ വിസിൽ ബ്ലോവറുടെ വെളിപ്പെടുത്തലുകൾ. പുസ്തകത്തിൽ മാത്രമല്ല അവർ അക്കാര്യം വെളിപ്പെടുത്തിയത്. ക്രൈം ആൻഡ് ടെററിസം സെനറ്റ് ജുഡീഷ്യറി സബ് കമ്മിറ്റിക്ക് മുന്നിലും അവർ ഇതേ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. സംഭവം തെളിയിക്കപ്പെട്ടാൽ മെറ്റയുടെ ഭാവിയിൽ മാത്രമല്ല സക്കർബർഗിന്റെ ജീവിതത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ആരോപണങ്ങളാണ് അവയെല്ലാം. സെനറ്റ് സബ് കമ്മിറ്റിയുടെ തുടർ നടപടികൾ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. മെറ്റയുടെ ഭാവിയിൽ അതിനിർണായകമാകാൻ പോകുന്ന ഒരു നിയമ നടപടിക്ക് കാത്തു കഴിയുകയായിരുന്നു ഇത്രയും നാൾ മാർക്ക് സക്കർബർഗ്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും വിലയ്ക്ക് വാങ്ങിയത് സംബന്ധിച്ച ആന്റി ട്രസ്റ്റ് കേസ് നിലനിൽക്കെയാണ് സാറാ വില്യംസിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. മെറ്റയ്ക്കെതിരായ കേസിൽ വാഷിംഗ്ടൺ ഫെഡറൽ കോടതിയിൽ തിങ്കളാഴ്ച വിചാരണ തുടങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സാറാ വിൻ വില്യംസിന്റെ പുസ്തകം ശരിക്കും പണിയായെന്ന് തന്നെ പറയേണ്ടി വരും. US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അഥവാ FTC ആണ് 6 വർഷത്തോളം സമയമെടുത്ത് സക്കർബർഗിനെതിരെ അന്വേഷണം നടത്തിയിരുന്നത്. അമേരിക്കൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമറും സംരംഭകനുമായ കെവിൻ സിസ്ട്രോമും ബ്രസീലിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മൈക്ക് ക്രീഗറും ചേർന്ന് സ്ഥാപിച്ച ഇൻസ്റ്റഗ്രാം 2012 മെറ്റ വാങ്ങുന്നത്. യുക്രൈൻ അമേരിക്കൻ ശതകോടീശ്വരൻ ജാൻ കോമും അമേരിക്കൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ബ്രിയാൻ ആക്ടനും ചേർന്ന് തുടക്കമിട്ട വാട്സപ്പ് 2014 മെറ്റ വിലയ്ക്ക് വാങ്ങി. 2 സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ നിന്നും ഫേസ്ബുക്ക് നേരിടാനിരുന്ന വലിയ വെല്ലുവിളി തടയുകയായിരുന്നു അതിലൂടെ മെറ്റയും സക്കർബർഗും ചെയ്തത് എന്നാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുവഴി സോഷ്യൽ മീഡിയ രംഗത്ത് ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു അവർ ചെയ്തതെന്നും കണ്ടെത്തലുണ്ട്. വിമർശനം പങ്കുവച്ചപ്പോഴും 2 സ്ഥാപനങ്ങളെയും വിലയ്ക്ക് വാങ്ങിയ നടപടി FTC ശരിവെച്ചിരുന്നു. ഇടപാടിന്റെ അനന്തരഫലങ്ങൾ നിരീക്ഷിച്ചിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത്. FTC ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തലുകൾ. സക്കർബർഗിന്റെ ഇമെയിലുകൾ തന്നെയാണ് പ്രധാന തെളിവ്. 2 ആപ്പുകളോടും മത്സരിക്കുന്നതിലും നല്ലത് രണ്ടും വിലയ്ക്ക് വാങ്ങലാണെന്ന് ഇമെയിലുകളിൽ മെറ്റ CEO പറയുന്നുണ്ടത്രേ. എന്നാൽ ആ പറഞ്ഞത് ആന്റി ട്രസ്റ്റ് നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്ന കാരണമല്ല എന്നാണ് മെറ്റയുടെ വാദം. 2 കമ്പനികളും ഏറ്റെടുത്ത ശേഷം ഉപയോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. ഉപയോക്താക്കൾക്ക് ഗുണമായി മാറിയ ഒരു ബിസിനസ് ഇടപാട് എങ്ങനെ നിയമവിരുദ്ധമാകുമെന്നാണ് അവരുടെ ചോദ്യം. ഫേസ്ബുക്ക് ഏറ്റെടുത്തത് കൊണ്ടാണ് 2 ആപ്ലിക്കേഷനുകളും ഇന്ന് കാണുന്ന പോലെ യൂസർ ഫ്രണ്ട്ലി ആയതെന്നും മെറ്റ വാദിക്കുന്നുണ്ട്. കേസ് തോറ്റാൽ സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രിയിൽ മെറ്റയുടെ ആധിപത്യത്തിന്റെ അവസാനമാകുമത്. ഫേസ്ബുക്കിന്റെ ജനപ്രിയത നേരത്തെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. പുതിയ ജനറേഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിന്റെയും പോപ്പുലർ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിന്റെയും ബലത്തിലാണ് ഇപ്പോൾ കമ്പനി മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേസിൽ പരാജയം നേരിട്ടാൽ ഇൻസ്റ്റ വാട്സപ്പ് ഇടപാട് റദ്ദാകും. 2 ആപ്പുകളും വിൽക്കാൻ കമ്പനി നിർബന്ധിതരാകുകയും ചെയ്യും. 1ാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് FTC രജിസ്റ്റർ ചെയ്ത കേസാണ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. 2021 ജനുവരിയിലെ US ക്യാപിറ്റോൾ ആക്രമണത്തിന് പിന്നാലെ മെറ്റ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ട്രംപിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. മെറ്റയ്ക്ക് പുറമെ വിലക്കേർപ്പെടുത്തിയ Xനെയും വെല്ലുവിളിച്ചാണ് ട്രൂത്ത് സോഷ്യൽ എന്ന പേരിൽ അദ്ദേഹം പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടത്. എന്നാൽ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ട്രംപ് എത്രമാത്രം മെറ്റയ്ക്കും സക്കർബർഗിനുമെതിരായ നിയമ നടപടിയെ പിന്തുണയ്ക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മാറേലാഗോയിലെ റിസോർട്ടിലെത്തി ട്രംപിനൊപ്പം അത്താഴമുണ്ടിരുന്നു സക്കർബർഗ്. കഴിഞ്ഞ ഡിസംബറിൽ ട്രംപിന്റെ ഇനാഗുറേഷൻ ഫണ്ടിലേക്ക് $1 മില്യൺ സംഭാവനയും നൽകിയിരുന്നു അദ്ദേഹം. ട്രംപിന്റെ അടുത്തയാളും UFC തലവനുമായ ഡാന ബോസിനെ ഡയറക്ടർ ബോർഡ് അംഗമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സക്കർബർഗ്. നിലവിലെ കേസ് ഒത്തുതീർപ്പാക്കാൻ പലതവണ ട്രംപുമായി സക്കർബർഗ് നേരിട്ട് സംസാരിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഇതോടൊപ്പം ചേർത്ത് വേണം വായിക്കാൻ.